ഹായ് ഗൈസ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവയാനി ഡോക്ടറിൽ നിന്നാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത് കേട്ടോ. യഥാർത്ഥത്തിൽ ആ ലേഡി ഡോക്ടറാണ് ദേവയാനിയോട് നയനയാണ് കരൾ കൊടുത്തതെന്നുള്ള കാര്യം പറയുന്നത്. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ദേവയാനി ആദർശിനോടും ജയനോടും മുത്തശ്ശനോടും മുത്തശ്ശിയോടും എല്ലാം മാറി മാറി ചോദിക്കുന്നുണ്ട്, എനിക്ക് കരൾ തന്ന ആ കുട്ടി ആരാണെന്ന്. പക്ഷെ ആരും ഒരു വ്യക്തമായ മറുപടിയൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോഴേക്കും ദേവയാനി മുത്തശ്ശനോട് തന്നെ ചോദിക്കുകയാണ്, അച്ഛനെങ്കിലും പറ, എനിക്ക് കരൾ തന്ന ആ കുട്ടി ഏതാണ്? നയന എന്നാണ് പേരെന്നും ആ നയനയുടെ പ്രായമാണെന്നും ഒക്കെ ജയേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ചോദിക്കുമ്പോൾ അങ്ങനൊന്നും അല്ല പറയുന്നത്. എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് സംശയാസ്പദമായിട്ടുണ്ടോ? എന്താണെന്ന് വെച്ചാൽ നിങ്ങളാരെങ്കിലും പറ, എന്തുകൊണ്ടാണ് എന്നോട് ആ സത്യം പറയാത്തത്? എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണം എന്നുള്ളത് എൻ്റെ മനസ്സിൽ വല്ലാതെ ഇങ്ങനെ വിഷമമായിട്ട് കിടക്കുകയാണ് അച്ഛാന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, ദേവയാനി നീ അതൊക്കെ അറിയേണ്ട സമയത്ത് അറിയും ദേവയാനി. അത് ഇപ്പോൾ ജയനും ആദർശവും ഒക്കെ നിന്നിൽ നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം കാണും. നീ പിന്നെ ഒരു കാര്യം ഓർത്തോ, നിന്റെ മരുമകൾ നയനയെ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറയുകയാണ്. അവളോട് ഇങ്ങോട്ട് വരുവാനായിട്ട് നീ ആവശ്യപ്പെടണം ദേവയാനി എന്ന് പറയുമ്പം ദേവയാനി പറയാണ്, ഞാൻ ഒരിക്കലും അത് പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ ഇവിടുന്ന് പോയി അവളുടെ വീട്ടിൽ നിൽക്കുന്നത് ഞാൻ പറഞ്ഞിട്ടൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അവൾ ആവശ്യമില്ലാത്ത വാശിയാണ്. ആദർശ് വിളിച്ചാലും വരില്ല, ഞാൻ വിളിച്ചാൽ മാത്രമേ വരുവുള്ളൂ എന്ന് അവൾ പറയുന്നുണ്ട്. അവൾക്കല്ലാതെ തന്നെ ഇങ്ങോട്ട് വരാമല്ലോ, പിന്നെ എന്തിനാണ് അവൾ ഇങ്ങനെ ഒരു വർത്തമാനം പറയേണ്ടത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ ദേവയാനി. അങ്ങനെ മുറിയിലേക്ക് പോകുന്ന ദേവയാനി വീണ്ടും ഇത് തന്നെയാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. എന്തായാലും എന്തൊക്കെയോ ഇതിൻ്റെ അകത്തുണ്ട്. നയനയ്ക്ക് എന്തൊക്കെയോ വയ്യായികയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് തന്നതും കരൾ തന്നതും ഒക്കെ നയന എന്ന് പേരുള്ളൊരു കുട്ടിയാണെന്ന് ജേട്ടൻ പലപ്പോഴും പറയുന്നുമുണ്ട്. പക്ഷേ ഇതിലൊക്കെ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ? ഇനി നയന തന്നെ ആയിരിക്കുമോ എനിക്ക് കരൾ തന്നത്? അനിയുടെയും ആദർശിൻ്റെയും ഒക്കെ സംസാരത്തിൽ നിന്ന് എനിക്ക് അങ്ങനെയൊക്കെ തോന്നി എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് ദേവയാനി തന്നെ ഒരു തീരുമാനം എടുക്കുകയാണ്, ഇതെങ്ങനെയെങ്കിലും ഞാൻ തന്നെ മനസ്സിലാക്കി എടുക്കണം. അതിന് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഹോസ്പിറ്റലിൽ പോവുക, എന്നെ നോക്കി ആ ലേഡി ഡോക്ടറെ പോയി കാണുക, അവരോട് കാര്യങ്ങൾ ചോദിക്കുക. അവരൊരു കുടുംബ ഡോക്ടർ കൂടി ആയതുകൊണ്ട് ചിലപ്പോൾ സത്യങ്ങളൊക്കെ പറയായിരിക്കും. എന്തായാലും അവരെ പോയി രഹസ്യമായിട്ട് കാണാം. പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദർശും അതുപോലെ ജയേട്ടനും ഒന്നും സമ്മതിക്കില്ല. അറിയാതെ ഞാൻ തന്നെ പോകാം എന്നിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം അനാമിക വിളിക്കുകയാണ് കേട്ടോ ദേവയാനിയെ. എന്നിട്ട് പറയുന്നുണ്ട്, വല്യമ്മയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്, സുഖമാണോ? അപ്പം ദേവയാനി പറയാണ്, നല്ല മാറ്റമുണ്ട് മോളെ, ഇപ്പോൾ എനിക്ക് അത്ര വലിയ ക്ഷീണമൊന്നും തോന്നുന്നില്ല. അപ്പോഴേക്കും ഉടനെ അനാമിക പറയാണ്, അത് വല്യമ്മേ, ഞാനവിടെ ഇല്ലാത്തതുകൊണ്ട് വല്യമ്മയുടെ കാര്യങ്ങൾക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായി കാണുമല്ലേ? അനിയോടുള്ള വാശിയാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. അവൻ ആ നന്ദുവിൻ്റെ പുറകെ പോയില്ലേ, ആ ദേഷ്യത്തിനാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല മോളെ, അവൻ ആ നന്ദുവിൻ്റെ പുറകെ പോകുന്നതിന് നീ പിണങ്ങി പോയതിലൊന്നും കുഴപ്പമില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും അനാമിക പറയാണ്, വല്യമ്മ അവനോട് പറയണം വരാൻ. അവൻ എന്നെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് വരുന്ന മട്ടില്ല. അവൻ വന്ന് വിളിക്കാതെ വരുന്നത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പല പ്രാവശ്യവും ഞാനങ്ങനെ വന്നിട്ടുണ്ട് അങ്ങോട്ട്, പക്ഷേ അവൻ എനിക്കൊരു വിലയും തരുന്നില്ല. അതുകൊണ്ട് വല്യമ്മ അവനോട് പറയണം എന്ന് പറയണം. അപ്പം ദേവയാനി പറയാണ്, അത് ഞാൻ പറയാം മോളെ, അനാമിക മോളെ ചെന്ന് കൂട്ടിക്കൊണ്ടുവരാൻ അനിയോട് ഞാൻ പറയാം. അത് ആദർശ് ഇന്നും അവനോട് പറഞ്ഞായിരുന്നു കൂട്ടിക്കൊണ്ടുവരാൻ. അപ്പോൾ അവൻ പറയുന്നത് അനാമിക മോക്ക് അഹങ്കാരമാണെന്നാണ് പറയുന്നത്. അവൻ ഒരിക്കലും വരില്ല എന്നൊക്കെയാണ് പറയുന്നതെന്ന് പറയുക ദേവയാനി. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ ഞാൻ നിർബന്ധിക്കാം, അവനോട് കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ പറയാമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ അനാമിക ഫോണൊക്കെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആദർശ് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ, നന്ദുവിനെ ഉപദ്രവിച്ചത് ഇനി അനാമികയും അവളുടെ അച്ഛനും ഒക്കെ ആണെങ്കിൽ അവരോട് കാര്യങ്ങളൊക്കെ പോയി ചോദിക്കണം, ഇതിനൊരു തീരുമാനം ഉണ്ടാകണം. ഇനിയും നന്ദുവിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിക്കുകയാണ്. അങ്ങനെ ആദർശ് അനാമികയുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ആദർശ് ചെല്ലുന്ന കാണുമ്പോഴേ വേണു അനാമികയോടും രേവതിയോടും പറയാണ്, ദേ ആദർശ് വരുന്നുണ്ട് കേട്ടോ, എന്തിനാണുള്ള പുറപ്പാടാണെന്ന് അറിയില്ല. ഇനി ഇവളെ കൂട്ടിക്കൊണ്ട് പോകാനാണോ അതോ നമ്മൾ അവളെ തട്ടിക്കൊണ്ട് പോയതെന്ന് അറിഞ്ഞിട്ടുമല്ല വരവാണോ എന്ന് അറിയില്ല. എന്തായാലും ഒന്ന് സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഒന്ന് നിന്നോണം. അപ്പോഴേക്കും ആദർശ് അങ്ങോട്ട് കയറി ചെന്നിട്ട് അനാമികയോട് ചോദിക്കുന്നുണ്ട്, അനാമിക വീട്ടിലേക്ക് വരുന്നില്ലേ? അനി വാശിയിലാണ്,
നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കണ്ടേ എന്ന് ചോദിക്കുമ്പം അനാമിക ദേഷ്യത്തോടെ പറയാണ്, എനിക്ക് അവനോട് പ്രശ്നമൊന്നുമില്ല, പക്ഷേ അവൻ എന്നോട് യാതൊരു താല്പര്യവുമില്ല. അവനിപ്പോഴും ആ നന്ദുവിൻ്റെ പുറകെ നടക്കുന്നത്. ആദർശേട്ടനും കണ്ടതല്ലേ കഴിഞ്ഞ ദിവസവും എന്ന് പറയുമ്പം ആദർശ് പറയാണ്, അത് അവൻ പുറകെ നടന്നതൊന്നുമല്ല, നന്ദുവിനെ കാണാൻ പോയതുമല്ല. നയനെ അവിടെ ആയതുകൊണ്ട് അവളെ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയത്, അതുകൊണ്ടാണ് എന്ന് പറയുമ്പം അനാമിക ചോദിക്കുകയാണ്, അതെന്താ നയനേച്ചി അവിടെ പോയി നിൽക്കുന്നത്? എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ? അനി കുറേ ആയുർവേദ മരുന്നുകളൊക്കെ ആയിട്ടാണല്ലോ കാണാൻ പോയത്, എന്താ വയ്യായിക എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയാണ്, അവൾക്ക് കുറച്ച് ക്ഷീണവും കാര്യങ്ങളും പനിയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവൾ അവിടെ നിൽക്കുന്നതെന്ന് പറയുമ്പം അനാമിക ചോദിക്കുകയാണ്, അതിനാണോ ഇത്രയും മരുന്ന്? ആദർശേട്ടൻ പോകുന്നുമുണ്ട് കാണുന്നുമുണ്ട്, പിന്നെ എന്തിനാ അനി പ്രത്യേകിച്ചൊരു പോക്ക്? അവൻ പോകുന്നത് നന്ദുവിനെ കാണാൻ തന്നെയാണെന്ന് എനിക്കറിയാം, അതാ എനിക്ക് അത്രയും വാശിയും ദേഷ്യവും ഒക്കെ വന്നത്, അതുകൊണ്ടാണ് ഞാൻ നയനേച്ചിയെ പിടിച്ച് തള്ളിയതും എന്ന് പറയുമ്പം ആദർശ് പറയാണ്, അതൊട്ടും ശരിയായില്ല അനാമികയെ. നയന വയ്യാതിരിക്കുന്ന അവസ്ഥയിൽ അവളെ പിടിച്ച് തള്ളി നടുവടിച്ച് അവൾ വീഴുന്ന കണ്ടിട്ടല്ലേ നന്ദു നിന്നെ തല്ലിയത്? അതൊരു തെറ്റായിട്ട് എനിക്കും തോന്നിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ വേണു പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കാർക്കും അതൊരു തെറ്റായിട്ട് തോന്നില്ല, അവിടെ വന്ന കാലം തൊട്ട് എൻ്റെ മോളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണല്ലോ നിങ്ങളുടെയൊക്കെ ലക്ഷ്യം എന്നൊക്കെ പറയുമ്പം ഉടനെ തന്നെ ആദർശ് പറയാണ്, നന്ദുവിനെ ആരോ തട്ടിക്കൊണ്ട് പോയി, അതിൽ നിങ്ങൾക്കാർക്കും മനസ്സറിവൊന്നും ഇല്ലല്ലോ അല്ലേ? അങ്ങനെയുള്ള എന്തെങ്കിലും ദുശ്ചിന്തകൾ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് വിട്ടേക്കണം. നന്ദു ഒരു പാവം പെൺകുട്ടിയാണ്, അവൾ നിരപരാധിയാണ്, ഇനി അവരെ ബുദ്ധിമുട്ടിക്കാനൊന്നും ആരും നിന്നേക്കരുത് എന്നൊരു വാണിങ്ങിൻ്റെ രീതിയിലൊക്കെ അങ്ങ് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ ആദർശ്. അതേസമയം ദേവയാനിയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഡോക്ടറെ പോയി കണ്ട് വിവരം അറിയണമെന്ന് വിചാരിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുകയാണ് ദേവയാനി. എന്നിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ദേവയാനി ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ, മുറിവൊക്കെ ഉണങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല ഡോക്ടറെ, ശരീരത്തിൻ്റെ ക്ഷീണത്തിനൊക്കെ നല്ല കുറവുണ്ട്, അതുകൊണ്ടാണല്ലോ ഞാൻ തന്നെ വന്നതെന്ന് പറയാം. അപ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട്, ഇപ്പോൾ തന്നെ വരണ്ടിയിരുന്നില്ല, ആദർശോ മറ്റോ കൊണ്ടുവന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ. അപ്പം ദേവയാനി പറയാണ്, അത് അങ്ങനെ ശരീരത്തിനൊന്നും അല്ല പ്രശ്നം, എൻ്റെ മനസ്സിനാണ് പ്രശ്നം, മനസ്സിൽ വല്ലാതൊരു വിഷമമായിട്ട് കിടക്കുകയാണ്. ആ കരൾ തന്ന കുട്ടിയെക്കുറിച്ചിട്ട് ഒരു വിവരവും ഞാൻ ഇതുവരെ അറിഞ്ഞില്ല, അതെൻ്റെ മനസ്സിലൊരു വിഷമമാണ്, ചോദിച്ചിട്ട് ആരും ഒരു മറുപടിയും പറയുന്നില്ല, അതാണ് എന്നെ കൂടുതൽ വിഷമിപ്പിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ആദർശമൊക്കെ അത് മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം കാണാം ദേവയാനി, എന്തിനാ ഇപ്പോൾ അതൊക്കെ അറിയുന്നത്? ഒരു നല്ല കാര്യം നടന്നു, ദേവയാനിയുടെ ആരോഗ്യത്തിന് കുഴപ്പമില്ല, ഇനിയിപ്പോൾ അതൊക്കെ അങ്ങ് മറന്നേക്ക് എന്ന് പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും മറക്കാൻ പറ്റില്ല ഡോക്ടർ, എനിക്ക് വേണ്ടി ഇത്രയും നന്മ ചെയ്ത ആ പെൺകുട്ടി, പേര് പോലും പറയാത്ത ആ പെൺകുട്ടി ആരാണെന്ന് എനിക്കറിയണം, എനിക്ക് അവളെ ഒന്ന് പോയി കണ്ട് ഒരു നന്ദി പറയണം. ഡോക്ടറിനറിയോ, എൻ്റെ മരുമകളുടെ പ്രായമാണ് അവളുടെ പേരുവാണെന്നാണ് ചേട്ടൻ പറഞ്ഞത്, എന്നിട്ടും അവൾക്കില്ലാത്തൊരു നന്മ ഈ കുട്ടിക്കുണ്ട്, ആ കുട്ടിയെ എനിക്ക് കാണണം, അത് കാണാതെ ഇരിക്കാൻ എനിക്ക് പറ്റില്ല. പിന്നെ വീട്ടിലെല്ലാവരും എന്നിൽ നിന്ന് അതൊക്കെ മറച്ചു വയ്ക്കുമ്പം എനിക്ക് ചില സംശയങ്ങളും ഉണ്ട് ഡോക്ടറിന് ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയാണ്, ദേവയാനിക്ക് അറിയാവുന്ന ആൾ തന്നെയാണ് കുട്ടി, ദേവയാനിക്ക് ആളെ പറഞ്ഞു കഴിയുമ്പം മനസ്സിലാവും എന്ന് പറയുമ്പം ഉടനെ ദേവയാനി ഡൗട്ടടിച്ച് ചോദിക്കുകയാണ്, ഡോക്ടറെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഈ ലോകത്തിപ്പം ഏറ്റവും അധികം വെറുക്കുന്നത് എൻ്റെ മരുമകൾ നയനയാണ്, ഇനി അവളെങ്ങാനും ആണോ ഡോക്ടറെ എനിക്ക് കരൾ തന്നത്? എനിക്കൊരു സംശയമില്ലാതില്ല. എല്ലാവരും ഇതിങ്ങനെ മറച്ചു വയ്ക്കുമ്പോൾ എല്ലാവരുടെയും സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു ചെറിയ കാര്യം അതാണെന്ന് പറയാണ്. അപ്പം പിന്നെ ഡോക്ടർ മറുത്തൊന്നും പറയുന്നില്ല. ദേവയാനി മനസ്സിലാക്കിയ കാര്യം സത്യം തന്നെയാണ്, നയന തന്നെയാണ് ദേവയാനിക്ക് കരൾ നൽകിയത്, അത് ദേവയാനിയിൽ നിന്ന് മറച്ചു വയ്ക്കാൻ നയന തന്നെയാണ് പറഞ്ഞത്. അമ്മയെ അറിഞ്ഞു കഴിയുമ്പോൾ അമ്മയ്ക്ക് അത് താങ്ങാൻ പറ്റുന്നതിലപ്പുറമാകും എന്നും പറഞ്ഞാണ് മറച്ചു വെച്ചത്. എല്ലാം മാറി കുറേ കഴിയുമ്പോൾ ഇതൊക്കെ അറിയിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇതിൻ്റെ പേരിൽ സ്നേഹമോ ആനുകൂല്യമോ ഒന്നും നയന പ്രതീക്ഷിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇതെല്ലാം മറച്ചു വെച്ചതെന്ന് പറയാണ്. അപ്പോൾ ദേവയാനി പറയാണ്, സത്യമാണോ ഡോക്ടർ, ഞാനിത് പ്രതീക്ഷിച്ചു, പലരും പറയുന്നത് കൂട്ടി വായിച്ചപ്പം എനിക്കും അങ്ങനെയൊക്കെ തന്നെ തോന്നി, എൻ്റെ മരുമകൾ നയന തന്നെയാണല്ലേ എനിക്ക് ജീവൻ നൽകിയത്, ഞാൻ ഈ ലോകത്തിപ്പം ഏറ്റവും വെറുത്തുകൊണ്ടിരുന്നത് അവളെയാണ്, പക്ഷേ ഇന്ന് ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന അവളെയാണ്. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും അവൾ എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇത്രയും വലിയൊരു കാര്യമല്ലേ ഡോക്ടർ ചെയ്തത്? ഇനി അവൾ എൻ്റെ മരുമകളല്ല, എൻ്റെ സ്വന്തം മകളാണ്, ഞാൻ എന്നും അവളെ ചേർത്ത് നിർത്തും ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടറിൻ്റെ മുമ്പിൽ നിന്ന് വിങ്ങിപ്പൊട്ടുകയാണ് കേട്ടോ ദേവയാനി. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്